സുഖേട്ടാ, ഓഫീസിൽ പോണ്ടേ? ഒരു പത്രം കിട്ടാൻ എന്താ വഴി? ഒക്കെ ഞാൻ സംഘടിപ്പിച്ചു തരാം. സുഖേട്ടനൊന്നും അറിയണ്ട. ഓ, ഒരു ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങിയ പോലുണ്ട്. ഇനി നമ്മുടെ ഉള്ളതും ഇല്ലാത്തതും നമ്മൾ മാത്രം അറിഞ്ഞാ മതിയല്ലോ. സുഖേട്ടാ, സുഖേട്ടന് കുറച്ചു ദിവസം ലീവ് എടുത്തൂടെ? അവിടുന്ന് സുഖേട്ടന്റെ ഒരു കാര്യം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. വല്ലാണ്ട് മെലിഞ്ഞുപോയി, ഒത്തിരി കറക്കുകയും ചെയ്തു. ഞാൻ ആദ്യമേ കറുപ്പായിരുന്നില്ലേ? ആര്? സുഖേട്ടനോ? കൊള്ളാം. എന്നെ പെണ്ണ് കാണാൻ വരുമ്പോ നല്ല വെളുത്തിട്ടായിരുന്നു. ഇപ്പൊ വെയിലുകൊണ്ട് ആകെ വാടിപ്പോയില്ലേ. കുറച്ചു ദിവസം എണ്ണയും കുഴമ്പൊക്കെ ഇട്ട് കുളിച്ച് വിശ്രമം എടുക്കണം. എന്തേ? അല്ല, ഞാൻ ഓർക്കായിരുന്നു, സുഖേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ വിചാരിച്ച സിനിമയിലുള്ള മമ്മൂട്ടിയാണെന്നാ. അയ്യോ, സത്യമായിട്ടും ആ ശബ്ദവും ഗാംഭീര്യവും എല്ലാം. മമ്മൂട്ടി കുറെ കൂടെ ഹൈറ്റ് ഒക്കെ ഇല്ലേ? ആ ഒരു വ്യത്യാസമല്ലുള്ളൂ. ഇപ്പഴും ചില സൈഡിൽ കൂടെ നോക്കുമ്പോ സുഖേട്ടൻ തനി മമ്മൂട്ടിയാ. കുറച്ച് എക്സസൈസ് ഒക്കെ എടുക്കണം. വേണം. ഈ വീടിന് 850 രൂപയാ വാടക. ഓ, അത്ര കൂടുതലൊന്നുമില്ല. അതിന് മാത്രമുള്ള സൗകര്യങ്ങളും ഇല്ലേ? എങ്ങനെ കൊടുക്കുമെന്നാ? ഒക്കെ നടക്കും. മോളെ നീക്ക്. നേരെ എത്രയെന്നറിയോ? നീക്ക്. പാലില്ല കേട്ടോ സുഖേട്ടാ, കട്ടൻ കാപ്പി തരാം. നമ്മൾ എന്തിനാ ഇവിടെ വന്ന്? നമ്മുടെ വീട്ടിലേക്ക് ഇനി എപ്പോഴാ പോവാ? ഇനി മുതൽ ഇതാ നമ്മുടെ വീട്. അകത്ത് എന്നിരുന്ന് പഠിക്ക്. അച്ഛനോട് ഒന്ന് കുളിക്കാൻ പറ. എല്ലാ ദിവസവും ഞങ്ങൾക്കും വേണം പാല്. ദേ ആ വീടാ. ഇപ്പോഴെണെങ്കിൽ ഒരു പാക്കറ്റ് ഇട്ടേ നന്നായിരുന്നു. ഇപ്പൊ ഉണ്ടാവില്ല. കൊടുക്കടോ, പെട്ടെന്ന് ഇപ്പൊ പാലിന് അവരെവിടെ പോവാനാ? ഞാൻ പോയിട്ട് വരാം. രാത്രിയിൽ ഇവിടെ ഒച്ചയും ബഹളവും ഒക്കെ കേട്ടു. പക്ഷെ കള്ളന്മാരായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങള് കഥവ് തുറന്നില്ല. എന്റെ പേര് ജിജി ഡാനിയൽ. ഞാൻ കാഞ്ചന. സ്വീറ്റ് നെയിം. ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ ആരാ താമസം? രാത്രി മുഴുവൻ ഒരു പട്ടി കിടന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അത് ഡോക്ടർ മത്തായിയുടെ വീട്. അതിനപ്പുറത്ത് ലോ സെക്രട്ടറി കരുണാകരൻ നായർ. ഇത് PWD കോൺട്രാക്ടർ ലക്ഷ്മണൻ പിള്ള. അതിനപ്പുറത്ത് അഡ്വക്കേറ്റ് കുറുപ്പ്. കാഞ്ചയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? കാഞ്ചിയല്ല, കാഞ്ചന. കാഞ്ചിന്ന് വിളിക്കാനാ സൗകര്യം. ഹസ്ബൻഡ്? ഹസ്ബൻഡ് മൂപ്പര് എഞ്ചിനീയറാ. PWD? അല്ല, PWD എഞ്ചിനീയർ ആണോ? എങ്കിൽ ഞങ്ങൾ ഈ കോളനിക്കാർക്ക് അദ്ദേഹത്തോട് ചില പരാതികളൊക്കെ പറയാനുണ്ട്. ആ എഞ്ചിനീയർ അല്ല, ഇത് വലിയൊരു കമ്പനി. അവിടാ കൺസ്ട്രക്ഷൻ കമ്പനിയിലാവും. ബൈ മോം. ബൈ മോനു, ബി കെയർഫുൾ. ഓക്കേ മോനാ. ഭർത്താവ്? ഞാനും ഹസ്ബൻഡ് സിംഗപ്പൂരായിരുന്നു. പല പല ബിസിനസ്സുകൾ. ഇപ്പൊ ഇവിടെ സെറ്റിൽ ചെയ്തു. അവിടെയായിരുന്നപ്പോ പുള്ളിക്കാരന് കരാട്ടയില് ബ്ലൂ ബെൽറ്റ് കിട്ടിയതാ. ഇപ്പൊ ഒരു ഹോബി എന്നുള്ള നിലയ്ക്ക് കോളനിയിലെ പിള്ളേരെ കരാട്ടെ പഠിപ്പിക്കുക. അപ്പോ ഞാൻ എന്നും പറയാറുള്ളത് പോലെ ഒരിക്കൽ കൂടി പറയുകയാണ്, വീട്ടിലെത്തിയ ഉടനെ കുളിക്കരുത്. ബോഡി തണുത്തതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ കുളിക്കാവൂ. എല്ലാവരും ഇഷ്ടേ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. എന്റെ ശിഷ്യന്മാർ എന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. എന്റെ റെക്കോർഡ് എത്ര ഇഷ്ടിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ? ഓ, നേരം വെളുക്കുന്നതിന് മുമ്പ് തുടങ്ങിയോ? ജിജി, ഗീസർ ഓൺ ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ. അതെ, പട്ടി ഓടുന്ന പോലെ ഇങ്ങനെ കിടന്ന് ഓടിയിട്ടും ഡാനിയുടെ കൊടവേറ് പറയുന്നില്ലല്ലോ. ഇത് കൊടവയറല്ല ജിജി,
പിന്നെ മസില എതിരാളിയെ ഞാൻ ഈ വയറ് കൊണ്ട് ഇടിച്ചിടും. ഓ, കരാട്ടയ്ക്ക് പേരുദോഷം വരുത്താൻ ഓരോരുത്തർ ഇറങ്ങിയിരിക്കുക. കണ്ടില്ലേ, അത് കണ്ട് ആനന്ദിക്കാൻ ഇവരില്ലാത്ത കുറെ എണ്ണം വേറെ. Quiet, please. ഇവനുണ്ടല്ലോ, ഈ ജാക്കി ചാൻ, ഇവനെ നേരിട്ട് എന്റെ കയ്യിൽ കിട്ടിയാലേ യഥാർത്ഥ മുറകൾ എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുത്താനെ. ഞാനേ എനിക്കറിയാലോ, 14 ഇഷ്ടിയ ഒറ്റയടിക്ക് തവിട് പിടിയാക്കിയിട്ടുള്ളവനാ. Will you please keep quiet? നോ. Daddy, you're mad. വാട്ട്? പഠിക്കണമെന്നൊരു വിചാരമില്ല. എപ്പോഴും സിനിമകൾ തന്നെ. ഞാൻ ഈ ടിവിയും വീശാനും എടുത്ത് 14 കഷ്ണമാക്കും. Rubbish. Danny, go inside. സംതൃപ്തമായ കുടുംബജീവിതത്തിന് അനുസരണാശീലം വളരെ വളരെ അത്യാവശ്യമാണ്. സ്കൂളിലേക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ കൂടുതൽ കാണുമോ? കാണണം. ഒരു വാഹനം ഇല്ലാത്ത കഷ്ടം. ഉം. മോളെ വൈകിട്ട് ഞാൻ തന്നെ വിളിച്ചോണ്ട് വന്നുള്ള സുഖേട്ട. ഓഹോ. ഹലോ, മിസ്സസ് ഡാനിയൽ ടെലിഫോൺ ചെയ്തപ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞത്. ഇന്നലെ രാത്രി വന്നു അല്ലേ? അതെ. മിസ്സസിനോടെങ്കിലും എന്നെ ഒന്ന് വിളിക്കാൻ പറയായിരുന്നില്ലേ? ഹൗസ് ഓണർ രാമൻ കർത്ത എന്നെ പറ്റി ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ഇല്ലേ? ഉഹും. സുലോചന തങ്കപ്പനാണ് ഈ കോളനിയിലെ വനിതാ വിഭാഗം പ്രസിഡന്റ് എന്ന് പറഞ്ഞില്ലേ അയാള്? ഇല്ലല്ലോ. പെട്ടെന്ന് ഞങ്ങളുടെ ഈ വീട് മാറ്റം ഉണ്ടായത്. അയാളെ ഞാനൊന്ന് കാണട്ടെ. കുഴപ്പമില്ല, കോളനി കാര്യങ്ങൾ നോക്കുന്നത് ഞാനാ. ഇവിടുത്തെ പുരുഷ വിഭാഗം വളരെ വീക്കാ. അതെന്ത് പറ്റി? വീക്ക് എന്ന് പറഞ്ഞാൽ അത് അവരുടെ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വീക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്. എഞ്ചിനീയർ ആണല്ലേ? ആര്? അതെ അതെ, മൂപ്പര് എഞ്ചിനീയറാ, വലിയൊരു കമ്പനിയില. ഞങ്ങൾക്ക് ഇവിടുത്തെ രീതികളൊന്നും അറിയില്ലായിരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ദേ, മോളുടെ സ്കൂളിൽ ബെല്ലടിക്കും. അതെ അതെ, വൈകിട്ട് കാണാം. ഓക്കേ, സീ യു. ബൈ. ഈ വീടൊന്ന് പെയിന്റ് ചെയ്യാൻ ഞാൻ ആ രാമൻ കർത്തയോട് പറയാം. ആ, അല്ല, മിസ്റ്റർ എന്താ നടന്നു പോകുന്ന? കാറില്ലേ? കാറ് കാറ് കാറുണ്ട്. ആ. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഒരു അപകടം പറ്റി. കാറ് തകർന്നു പോയി. അയ്യോ, എന്നിട്ട് നിങ്ങൾക്കൊന്നും പറ്റില്ലേ? ഞങ്ങള് 3 പേരും തെറിച്ച് വെള്ളത്തിൽ വീണു. അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഓ, ഗോഡ് ഈസ് ഗ്രേറ്റ്.